ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഴകാംസാണ് മക്കളെ. നമ്മുടെ ഓണം എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയി. അപ്പൊ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണ്ടേ അല്ലേ? അപ്പൊ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും എസ് എ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. 8 മാർക്കിനയ്യോ ഇത്രത്തോളം എഴുതാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അല്ലേ? സോ എസ് എ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഷോർട്സ് വരുന്നുണ്ട്. അപ്പം എൻ്റെ മക്കൾ അത് കാണാം. ഇന്ന് മിസ് വന്നത് എന്താണെന്ന് വെച്ചാൽ എസ് എ ക്വസ്റ്റ്യൻസ് കുറച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. സോ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഏതൊക്കെയാണ് നമുക്ക് ഏതൊക്കെ ചാപ്റ്റർ എങ്ങനെയാണ് എസ് എ വരുന്നത് എന്നുള്ളൊരു ഐഡിയ അവിടെ കിട്ടും കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 എസ്സേസ് ആണ്. നമുക്ക് സ്ഥിരമായിട്ട് ഓണം എക്സാമിനും അതേപോലെ തന്നെ നമ്മൾ പബ്ലിക് എക്സാമിനും ചോദിക്കുന്ന 3 എസ്സേ ക്വസ്റ്റ്യനും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ, സെറ്റ് അല്ലേ, പവർ അല്ലേ? അപ്പൊ നമുക്ക് ഇതാ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നോക്കിക്കേടാ, നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ത് റിലേറ്റ് ചെയ്തിട്ടാണ്? എമർജൻസി റിലേറ്റ് ചെയ്തിട്ടാണ് മക്കളെ. എന്തായാലും ഉറപ്പിച്ചോ, പരീക്ഷയ്ക്ക് എമർജൻസിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വരും. സോ ഇത് മിസ് ഇവിടെ പറയുന്നെങ്കിൽ എസ് സി ക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് 6 മാർക്ക് 5 മാർക്കിന് ചോദിച്ചാലും 4 മാർക്കിന് ഇപ്പം എമർജൻസിയുടെ പരിണിത ഫലങ്ങൾ കോൺസിക്വൻസസ് എന്നാണ് ചോദിക്കും. സോ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതി വെക്കാം. സോ 8 മാർക്കിന് ഒരു എസ് എ ക്വസ്റ്റ്യൻ പഠിച്ചാൽ 4 മാർക്കിനായാലും 5 മാർക്കിനായാലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. അപ്പൊ എങ്ങനെയാ നമുക്ക് തുടങ്ങല്ലേ? സോ ചോദ്യം എന്താണ്? വാട്ട് റീസൺ ഡിഡ് ദ ഗവൺമെന്റ് ഗീവ് ഫോർ ഡിക്ലെയറിംഗ് നാഷണൽ എമർജൻസി ഇൻ 1975? സോ ചോദ്യത്തിൽ തന്നെ നമുക്ക് ഒരു കാര്യം കിട്ടി. എന്താണ്? 1975 നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത്. വാട്ട് വർ ദ കോൺസിക്വൻസസ്? അതായത് എമർജൻസി ഡിക്ലെയർ ചെയ്തതിന് ശേഷം എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് പറയല്ലേ മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കണേ. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ജഗ്മോഹൻ സിംഗ് എന്ത് ചെയ്യുന്നു? ഒരു ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്നു. എന്താണ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ദിരാഗാന്ധി, പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിധി എന്ത് ചെയ്യുന്നു? നമ്മുടെ അലഹബാദ് ഹൈക്കോടതി പ്രഖ്യാപിക്കുന്നു. ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിംഗെയാണ് പ്രഖ്യാപിക്കുന്നത്. സോ ഇവിടെ മുതലാണ് നമ്മുടെ എമർജൻസിയുടെ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. ആൻഡ് ഈ ഓർഡർ ആര് കംപ്ലൈന്റ് ചെയ്തതിനെ തുടർന്നാണ് വന്നത്? ഇന്ദിരാഗാന്ധിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിച്ച രാജ് നാരായൺ എന്ന് പറയുന്ന വ്യക്തി ആണ് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ റെസിഗ്നേഷൻ വേണമെന്ന് ആ സമയത്ത് ജയപ്രകാശ് നാരായണും പുഷ് ചെയ്യുന്ന സമയമായിരുന്നു. നമ്മൾ ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് രാംലീല ഗ്രൗണ്ടിൽ വെച്ചു 1975 ജൂണിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഇവർ ടോട്ടൽ റെവല്യൂഷൻ നടത്തുന്ന ഒരു സമയത്താണ് എന്ത് ചെയ്തത്? അത് പ്രഖ്യാപിക്കുന്ന ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു വിധി വരുന്നത്. ജയപ്രകാശ് നാരായൺ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ടോട്ടൽ റെവല്യൂഷൻ അല്ലേ? അദ്ദേഹം മാസീവ് ഡിമോൺസ്ട്രേഷൻ ഡൽഹിയിൽ രാംലീല ഗ്രൗണ്ടിൽ വെച്ച് 1975 ജൂൺ 25 നടത്താൻ തീരുമാനിക്കുന്നു. ജയപ്രകാശ് നാരായൺ അനൗൺസ് ചെയ്തത് എന്തായിരുന്നു? ഒരു നാഷൻ വൈഡ് സത്യാഗ്രഹമാണ്. എന്തിനാണ്? ഇന്ദിരാഗാന്ധിയുടെ റെസിഗ്നേഷന് വേണ്ടിയാണ് പറഞ്ഞത്. അദ്ദേഹം ആർമി ഓഫീസേഴ്സിനോടും അതേപോലെ പോലീസ് മെന്നിനോടും ഗവൺമെന്റ് എംപ്ലോയീസിനോടും പറഞ്ഞത് എന്താ? നിങ്ങൾ ഇല്ലീഗൽ ആയിട്ടുള്ളതും ഇമ്മോറൽ ആയിട്ടുള്ളതും ഓർഡേഴ്സ് ഒന്നും കേൾക്കാൻ പാടില്ല, നിങ്ങളത് ഒബേ ചെയ്യരുത്, അനുസരിക്കരുത് എന്ന് പറഞ്ഞു. ആൻഡ് അതേപോലെ തന്നെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റാൻഡ് സ്റ്റില്ലായി പോകുന്ന ഒരു നിലവാരത്തിൽ ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, എത്താൻ തുടങ്ങി. അങ്ങനെ 1975 ജൂൺ 25 പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് പറയുന്നു. എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? പ്രസിഡന്റിന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്? ആർട്ടിക്കിൾ 352 പ്രകാരം എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിലെ ബ്ലാക്ക് മാർക്ക് എന്നറിയപ്പെടുന്ന എമർജൻസി 1975 എന്ത് ചെയ്യാണ്? ജൂൺ 25 ഡിക്ലെയർ ചെയ്യാണ് ഉണ്ടാവുന്നത്. ആൻഡ് അതിന്റെ കോൺസിക്വൻസസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ പറയാനുള്ളത്? മക്കളെ ശ്രദ്ധിച്ചേ. പോലീസിനെയും അതേപോലെ അഡ്മിനിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും റൂളിംഗ് പാർട്ടി എന്തു പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, വരികയാണ്. റൂളിംഗ് പാർട്ടി എന്താ? നമ്മുടെ ഓടിക്കളിക്കട കുഞ്ചിരാമ, ചാടിക്കളിക്കട കുഞ്ചിരാമ എന്നൊക്കെ കേട്ടില്ലേ? അതേപോലെ തന്നെ ഭരണവർഗം എന്തു പറയുമോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ആ സമയത്ത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ പ്രസ്സിന് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നേ. ആ സമയത്ത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നുമില്ല. അത് വയലേറ്റ് ചെയ്താൽ കോടതിയിൽ പോകാനൊന്നും പറ്റത്തില്ല. പേപ്പർ
പത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഗവൺമെന്റിന്റെ പൈസ കിട്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്, പത്രങ്ങളൊക്കെ റൺ ചെയ്തത്. അപ്പൊ ഗവൺമെന്റ് എല്ലാ പത്രങ്ങളും ന്യൂസ് അടിച്ചിറക്കുന്നതിന് മുന്നേ ഗവൺമെന്റ് കയ്യിൽ അത് കൊടുക്കുകയും ഗവൺമെന്റ് അത് എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം അത് കറക്റ്റ് ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള സാങ്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. അത് ഗവൺമെന്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് പത്രങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ബ്ലാങ്ക് പേജ് കൊടുക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു 10 ന്യൂസ് ഒരു ഫ്രണ്ട് പേജിലുണ്ടെങ്കിൽ അതിൽ 8 ന്യൂസും എന്തായിരിക്കും, ബ്ലാങ്ക് ആയിട്ട് അവർ എടുക്കും. കാരണം 8 ന്യൂസും ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒഴിവാക്കിയിടണം. അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ കുറ്റം ചെയ്താക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും പിടിച്ച് ജയിലിൽ കൊണ്ടുപോവുക, പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയാം. അതേപോലെ RSS, ജമാഅത്ത് ഇസ്ലാമി ഇതെല്ലാം ബാൻ ചെയ്തു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ മാസ് സ്റ്റെറിലൈസേഷൻ, വന്ധീകരണം, എല്ലാ ആണുങ്ങളെയും കൊണ്ടുപോയിട്ട് മാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. സ്ലമ്മുകൾ, തെരുവുകളൊക്കെ ഇവർ അടിച്ച് തകർക്കുക. അങ്ങനെയുള്ള ഒരുപാട് പ്രവൃത്തികൾ നടന്നിട്ടുണ്ടായിരുന്ന സമയമായിരുന്നു എമർജൻസി എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് essay ക്വസ്റ്റിന് ചോദിക്കുന്ന ഒന്നാണ്. അതേപോലെ 5 മാർക്കിന് ചോദിച്ചാലും മക്കൾ ഇവിടെ കൊടുക്കണം. ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഒരു essay ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. നമുക്ക് മക്കളെ പരീക്ഷയ്ക്ക് 2 എൻവയോൺമെന്റൽ മൂവ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ട് പറയും. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കും, നർമ്മദ ബച്ചാവോ ആന്തോളൻ അല്ലെങ്കിൽ ചിപ്കോ മൂവ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് പറയും. അല്ലെങ്കിൽ ഇത്തരത്തിൽ എൻവയോൺമെന്റൽ മൂവ്മെന്റ് എഴുതൂ എന്ന് പറഞ്ഞുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമുക്ക് ഏത് എൻവയോൺമെന്റ് മൂവ്മെന്റ് വേണമെങ്കിൽ ഏത്, പക്ഷെ നമ്മൾ പഠിച്ച 2 എണ്ണം എഴുതുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ബെറ്റർ. ഒന്ന് ചിപ്കോ മൂവ്മെന്റും നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇത് രണ്ടും എന്താണ്, എൻവയോൺമെന്റ് മൂവ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ച് പറയല്ലേ. ശ്രദ്ധിക്കണേടാ. ചിപ്കോ മൂവ്മെന്റ് ഉത്തരാഖണ്ഡ് റീജിയനിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാലോ. ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാണ്, അവിടുത്തെ വില്ലേജിലെ ആളുകളോട് പറയാണ്, നിങ്ങൾ ഇവിടുത്തെ അഗ്രികൾച്ചർ ടൂൾസ് ഒന്നും യൂസ് ചെയ്ത്, അത് വിറകുകളൊന്നും യൂസ് ചെയ്യരുതെന്ന് പറയുന്നു. അതേസമയം ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്, സ്പോർട്സ് കമ്പനിക്ക്, സൈമൺസ് എന്ന് പറയുന്ന സ്പോർട്സ് കമ്പനിക്ക് അവിടുത്തെ മരങ്ങളെല്ലാം വെട്ടാൻ വേണ്ടി അനുവാദം നൽകുന്നു. ഇതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങളെല്ലാവരും മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരം കട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, പ്രൊട്ടസ്റ്റ് നടത്തുകയാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് നടത്തുന്ന സമയത്ത് അവർ പറഞ്ഞു, ഈ ലോക്കൽ ഏരിയയിൽ, അതായത് അവിടെയുള്ള റിസോഴ്സസും കാര്യങ്ങളും, ഇപ്പം ലാൻഡ് ആയാലും സോയിൽ ആയാലും വാട്ടർ ആയാലും എനിത്തിങ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാവണം. അതായത് ഞങ്ങൾ ലോക്കലായിട്ടുള്ള ആളുകൾക്കാവണം. അതിപ്പം ലാൻഡ്, വാട്ടർ, ഫോറസ്റ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ. അല്ലാതെ പുറത്തു നിന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്യരുത്, അതിൻ്റെ മേലെ യാതൊരു അവകാശം കൊടുക്കരുത്. പിന്നെ ഇവർ ജനങ്ങളോട് ഗവൺമെന്റിനോട് പറഞ്ഞത്, ഒരുപാട് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ നേരിടുന്നുണ്ട്. അതൊക്കെ ഇവർ തുറന്നു പറഞ്ഞു. നമുക്ക് വർഷത്തിൽ ഇത്ര മിനിമം ജോലി ഉണ്ടായിരിക്കണം, മിനിമം വേജ് വേണം, അതേപോലെ തന്നെ നമുക്ക് ഇൻഡസ്ട്രീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഹെൽപ്പ് വേണം. ഇതെല്ലാം അവരെന്ത് ചെയ്തിട്ടു, ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ത്രീകളടക്കമുള്ള ആളുകൾ മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തി ഒരു മൂവ്മെന്റ് ആയിരുന്നു ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഗവൺമെന്റ് അവസാനം എന്ത് ചെയ്യുകയാണ്, ഇവരുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞു, അടുത്ത 15 വർഷത്തേക്ക് ഹിമാലയൻ റീജിയന് യാതൊരു മരങ്ങളും കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഓർഡർ വരികയും ചെയ്തു. പിന്നെ അവിടുത്തെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ അടുത്ത ലോക്കൽ ആളുകൾക്കായിരിക്കും അതിനോടുള്ള കൂടുതൽ അവകാശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ലറേഷനും വന്നു. അപ്പൊ ഈ ചിപ്കോ മൂവ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. ചിപ്കോ മൂവ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ രണ്ടാമത്തെ മൂവ്മെന്റ് ഏതാണ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ നദിയിലും അതിന്റെ ട്രിബ്യൂട്ടറീസും വലിയ വലിയ ഡാം പ്രൊജക്ട് വരുന്നതിനെ തുടർന്ന് അതിനെതിരെ നടത്തിയ ഒരു പ്രൊട്ടസ്റ്റാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇത് NBA എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്, നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ലാർജ് ഡാം പ്രൊജക്ടിനെതിരെ നടത്തിയ ഒരു മൂവ്മെന്റ് ആയിട്ടാണ് മക്കളെ പറയുന്നത്. ആൻഡ് സർദാർ സരോവർ പ്രൊജക്ട് ഗുജറാത്തിലും നർമ്മദ സാഗർ പ്രൊജക്ട് മധ്യപ്രദേശിലാണ് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സർദാർ സരോവർ പ്രൊജക്റ്റിൽ അതൊരു മൾട്ടി പർപ്പസ് ഡാം പ്രൊജക്റ്റ് ആണ്. അതായത് ആ ഡാം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഡ്രിങ്കിങ് വാട്ടർ ലഭിക്കും, ഇറിഗേഷൻ ഫെസിലിറ്റിക്ക് സഹായിക്കും, ഇലക്ട്രിസിറ്റി ജനറേഷനൊക്കെ അതിലൂടെ കിട്ടും. ഹവർ ഇൻ ദ പ്രോസസ്, ഈ ഒരു പ്രോസസ്സിൽ, ഈ ഡാം ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഉണ്ടാവും, നമ്മൾ എപ്പോഴും അതിനെ കൊണ്ടുണ്ടാകുന്ന ലാഭം മാത്രമേ നമ്മൾ ചിന്തിക്കുള്ളൂ. എത്രത്തോളം നമുക്ക് സോഷ്യൽ കോസ്റ്റ് അതിലൂടെ ഉണ്ടാവും എന്നുള്ള പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ലേ. ആൻഡ്
ഈ ഒരു മൂവ്മെന്റിൽ നമ്മൾ പറയും 245ഓളം വില്ലേജിലെ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സിറ്റുവേഷൻ വരുന്നു. അതേപോലെ തന്നെ ഈ ഡിമാൻഡ് ഈ ഒരു മൂവ്മെന്റ് ഡിമാൻഡ് ചെയ്ത് ഈ പ്രോപ്പർ ആയിട്ട് റീഹാബിലിറ്റേഷൻ ചെയ്യണം. അതായത് നമ്മളിപ്പം ഡാം ഉണ്ടാക്കുന്ന ആയിക്കോട്ടെ ഉണ്ടാക്കിക്കോ, പക്ഷെ അവിടെയുള്ള ആളുകളെ പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം, താമസിപ്പിക്കണം. അല്ലാതെ നമ്മൾ നിങ്ങൾക്ക് വീട് തരുന്നു പറഞ്ഞു പോവുകയല്ലാതെ എല്ലാവരും കുടിയൊഴിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് പിന്നെ ഇവർക്കൊരു താമസമില്ലാത്തൊരു രീതിയിലേക്ക് ആവരുത്. പിന്നെ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ അവരുടെ നിയന്ത്രണത്തിൽ എന്തായിരിക്കണം, ആവണം. അങ്ങനെ ഈ മൂവ്മെന്റ് ആർഗ്യൂ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഡ്രീം പ്രൊജക്ട് വരുന്ന സമയത്ത്, ഡെവലപ്മെന്റ് പ്രൊജക്ട് വരുന്ന സമയത്ത് ലാർജ് സ്കെയില് സോഷ്യൽ കോസ്റ്റ് കൂടെ അതിൽ വരുന്നുണ്ട്. അതുകൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. 25 വർഷത്തോളം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മൂവ്മെന്റ് അവർ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ പാർട്ടീസിന് സപ്പോർട്ട് ഒന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നർമ്മദ ബച്ചാവോ ആന്തോളൻ ഉണ്ടായിരുന്നില്ല. ലീഡർ മേധ പട്കർ എന്നുള്ള കാര്യം പറയണം. അതേപോലെ ചിപ്കോ മൂവ്മെന്റ് സുന്ദർലാൽ ബഹുഗുണ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എസ്സേ ക്വസ്റ്റിൽ കൊടുക്കേണ്ടത്. അടുത്ത എസ്സേ ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ത്യ ചൈന വാറിനെ കുറിച്ച്, 1962 ഇന്ത്യ ചൈന വാറിനെ കുറിച്ചിട്ടും എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വന്നതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡിയല്ലേടാ? റെഡിയല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചേ മക്കളെ. ഇവിടെ ഇവര് തമ്മിലുള്ള ഇഷ്യൂസ് പറയുകയാണെങ്കിൽ നമ്മളെ ടിബറ്റ് ഇഷ്യൂസും അതേപോലെ അതിർത്തി തർക്കങ്ങളും വരുന്നുണ്ട്. ടിബറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് വെച്ചാൽ ഇന്ത്യയുടെയും അതേപോലെ ചൈനയുടെയും ഇടയിലുള്ള ചെറിയൊരു രാജ്യമാണ് ടിബറ്റും. തുടക്കം മുതലേ ചൈനക്കാർ ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഇന്ത്യ നമ്മുടേതാണെന്നുള്ള രീതി പറയല്ലാതെ നമുക്ക് വേണമെന്നാണ് വാശിയൊന്നും പിടിച്ചിട്ടില്ല. പോകെ ഇവരുടെ ഇത് ഉപദ്രവം കൂടി വന്നപ്പോൾ ചൈനക്കാർ പറഞ്ഞു കൊടുത്തപ്പോൾ ടിബറ്റ് പൂർണ്ണമായിട്ട് ചൈനക്കാർ എടുത്തോളൂ, പക്ഷെ അവർക്ക് ആഭ്യന്തര സ്വയംഭരണാവകാശം നൽകണം എന്ന് പറഞ്ഞു, ഇന്റേണൽ ഓട്ടോണമി നൽകണം എന്ന് പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇന്റേണൽ ഓട്ടോണമി നൽകുകയും ചെയ്തില്ല. അങ്ങനെ ടിബറ്റിൽ ഈ ചൈനീസ് ഗവൺമെന്റ് വേണ്ട, ചൈനീസ് ഭരണം വേണ്ട എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ഉണ്ടായ സമയത്ത് അതിനടിച്ചമർത്താൻ ചൈനീസ് ആർമി വരികയും ചെയ്തു. നിവൃത്തിയില്ലാതെ അവിടുത്തെ സ്പിരിച്വൽ ലീഡറായ ദലൈലാമ ഇന്ത്യയിൽ വന്ന് അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് ചൈനക്കാർ പറഞ്ഞത് ഞങ്ങളുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി നിങ്ങൾ ഇടപെട്ടു എന്ന് പറഞ്ഞ് അന്ന് കുറെ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം പിന്നുള്ള പ്രശ്നം അതായത് അതിർത്തി തർക്കങ്ങളാണ് രണ്ടാമത്തെ പ്രശ്നം. ബോർഡർ ഡിസ്പ്യൂട്ട്, അതിർത്തി തർക്കങ്ങൾ എന്ന് പറയും. അക്സായി എന്ന് പറയുന്ന ഭാഗവും അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി NEFA ഇതും അവരുടേതാണെന്ന് പറയും, ചൈനക്കാരുടേതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ പറയും ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത്, കൊളോണിയൽ റൂളിന്റെ സമയത്ത് ഇതൊക്കെ നമുക്ക് ഓൾറെഡി വരച്ചു വെച്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവര് കേട്ടിട്ടുണ്ടായില്ല. അങ്ങനെ ഈ ഒരു നമ്മുടെ അക്സായി ജില്ലയിലെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്തിട്ട് അവിടെ എന്ത് ചെയ്തു, റോഡുകൾ നിർമ്മിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായില്ല. പെട്ടെന്നൊരു നിമിഷം 1962 ഒരു ഇൻഫോർമേഷനും നമുക്കൊരു സൂചന പോലും ലഭിക്കാതെ ചൈനക്കാർ വന്ന് ഇന്ത്യക്കാർ അറ്റാക്ക് ചെയ്യുന്നു. ഇന്ത്യ എക്സ്പെക്ട്, അതായത് നമ്മൾ പാകിസ്ഥാൻ എപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം, നമ്മൾ പണ്ടേ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ചൈനയിൽ നിന്ന് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ ഒരു പഞ്ചശീൽ അഗ്രിമെന്റ് ചൈനീസ് പ്രീമിയർ ആയ സോ ഇലായും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സമാധാനപരമായ സഹവർത്തിത്വം, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നമ്മളെ കയറി ആക്രമിച്ചത് കൊണ്ട് ഇന്ത്യക്ക് ഭയങ്കര ഒരു നാഷണൽ ഹ്യൂമിലേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറി. ഇന്ത്യൻ പൊളിറ്റിക്സിൽ വരെ എന്ത് ചെയ്തു, അത് എഫക്ട് ചെയ്തു. ഗവൺമെന്റിനെതിരെ ആദ്യമായിട്ട് അവിശ്വാസ പ്രമേയം, നോൺ കോൺഫിഡൻസ് മോഷൻ വരുന്നു. അതേപോലെ തന്നെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന വി കൃഷ്ണമേനോൻ ജോലി റിസൈൻ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ പല ആളുകളും എന്ത് ചെയ്യുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഗവൺമെന്റിനെതിരെ ആദ്യമായിട്ട് നെഹ്റു മിനിസ്ട്രിക്കെതിരെ നോൺ കോൺഫിഡൻസ് മോഷൻ എന്ത് ചെയ്യാണ്, പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, കോൺഗ്രസിന് ലോക്സഭയിലേക്കുള്ള സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. അതായത് ഇതൊക്കെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതാണ് മക്കളെ നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു സ്പ്ലിറ്റ് സംഭവിക്കുന്നു. പിന്നെ പറയുന്നത് എന്താണ്, നമുക്ക് the process of the reorganization of northeast region began soon after the China war. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച ഇൻഡോ ചൈന റിലേഷൻ എന്ത് ചെയ്യാണ്, അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം മക്കൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മളിതാ ഒരു
ഓൾമോസ്റ്റ് ഒരു 14 മിനിറ്റ് കൊണ്ട് നമ്മൾ 3 essay ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്തു കഴിഞ്ഞു. ഇത് നല്ല രീതിയിൽ പഠിക്കുക. ഈ ഒരു ചോദ്യങ്ങൾ നമുക്ക് 5 മാർക്കിനായിട്ട് ചോദിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇതിലെ കോൺസിക്വൻസസ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള പരിണിത ഫലങ്ങൾ മാത്രമായിട്ടൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. 8 മാർക്കിനായിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അതിൽ താഴെയുള്ള മാർക്കിന് വന്നാലും നമുക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.